ഇത് ശർക്കരയാണ്, ശർക്കര. ഹലോ ഗായ്സ്, കണ്ണ് നീർന്നടെ ഉള്ളിപ്പൂ അരിഞ്ഞുകൊണ്ടിരുന്നതാണേ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായിട്ട് ആൾക്കാർ പറയുന്ന റസീന വ്ളോഗ് എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒരാളങ്ങോട്ട് പോകണം. പാത്തുട്ടി സ്കൂളിൽ പോയി ടാറ്റ എടുത്തിട്ട് പോ, പെട്ടെന്ന് പോ. ഞാനിവിടെ ഉള്ളിപ്പൂ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു വ്ളോഗ് എടുക്കാം. കുറേ പേര് വന്നിട്ട് കമൻറ്റ് ഇടുന്നു, റസീന കറുത്ത് പോയല്ലോ. സുഖമില്ലായിരുന്നു പിള്ളേരെ, സുഖമില്ല. എനിക്ക് അസുഖം വരുന്ന സമയത്ത് ഞാൻ അങ്ങനെയാണ്, ഈ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുമ്പോൾ കറക്കും. നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ വാരിയിട്ട് ഒരച്ചിട്ട് ഞാൻ വെളുക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു നിങ്ങൾക്ക് അറിയാമോ? ബാക്ക് ക്യാമറ ആയിട്ട് കാണിച്ചു തരാം, വെയിറ്റ്. ഞാനിവിടെ ഉള്ളിപ്പൂവ്, ഇത് മറ്റേ സ്പ്രിംഗ് ഓണിയൻ അല്ലേ ഈ സാധനം, എന്നൊക്കെ പറയുന്നതാ. ഓഡിയോ കോളിലിരിക്കുന്നത് കണ്ടാ? പാത്തുവാ, പാത്തുവിനെ തിരക്കി വന്നതാണേ. ദേ കണ്ട, ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് ഓർക്കാതെ ഞാൻ വിളിച്ചുണർത്തി പിള്ളേരെ, ഞാൻ വിളിച്ചുണർത്തി. ഞാൻ ഓഡിയോ കോളിലിരിക്കുകയാണ്. അപ്പം ഞാൻ സംസാരിച്ചാണ് ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പാത്തൂട്ടിയാണ് ഇവിടെ ചീപ്പ് കൊണ്ടിട്ടത്. എൻ്റെ മമ്മിയാണ് ഈ വന്ന് ചാർജർ ഊരി എടുത്തുകൊണ്ടാണ് മുഖം കാണിച്ച. ഇപ്പോൾ കൊണ്ട് ഓർഡർ ചെയ്യുന്നു പറയും, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ടാറ്റ പറഞ്ഞിട്ട് പിള്ളേരെ. പാത്തുവിൻ്റെ ഫ്രണ്ട്സാണ്, പാത്തുവും ഫാസിലായും. ഗൈസ്, വീട്ടുജോലിയും ചെയ്ത് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയെന്ന് വിചാരിച്ചപ്പോഴാണ് എൻ്റെ കൂട്ടുകാരി ഷൈനി അവളൊന്ന് ആറ്റിങ്ങൽ വരെ പോകാൻ വിളിച്ചേട്ടാ. അവൾക്ക് എന്തോ സ്കാനിങ്ങോ മറ്റോ ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്കും ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് LFT ഒക്കെ നോക്കാൻ പറഞ്ഞു. സ്കാനിങ് ചെയ്യണം. എൻ്റെ റിംഗ് ലൈറ്റ് ഇരിക്കുന്നുണ്ടാ, ആ ചെറുക്കൻ നശിപ്പിച്ച് വെച്ചിരിക്കണം എൻ്റെ റിംഗ് ലൈറ്റ്. തൊലച്ച് അതിപ്പം ചലിക്കുന്നില്ല. 1300 രൂപ കണ്ണിൽ കൂടെ പോയി. പതൊക്കെ കൂർക്കം വലി ഇങ്ങ് കേൾക്കാം. കേട്ടോ, സ്പീക്കറിലിട്ട് വെച്ചിരിക്കുന്ന ഓടി. നിങ്ങളെ ഞാൻ വൈറലാക്കും കേട്ടാ, കൂർക്കം വലി ഇങ്ങ് കേൾക്കാം. അപ്പോഴേ ഞാൻ റെഡി ആവാൻ പോയണേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പാണ് കേട്ടോ. അതായത് ഇതെനിക്ക് എൻ്റെ ഇക്ക ശംഖുമുഖത്ത് നിന്ന് എടുത്തു തന്നതാണ്. ശംഖുമുഖത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ വണ്ടിയിൽ വെറുതെ നൈറ്റ് റൈഡ് പോയിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ഇത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയും മുമ്പ് എനിക്ക് എടുത്തു തന്നു കേട്ടാ ഈ ഒരു ടോപ്പ്. പിന്നെ ഇതുപോലത്തെ 2 പാൻറ് ഉണ്ട് എനിക്ക്. ഉലകം മൊത്തം ഈ 2 പാൻറ് ഇട്ടുകൊണ്ടാണ് പോണത്. അതായത് ജീൻസ് ഉണ്ട്, 2 ജീൻസ് ഉണ്ട്. പക്ഷെ അത് ഇട്ടുകൊണ്ട് ഒരു ഗ്രേ കളറും ഉണ്ട്, ഒരു നേവി ബ്ലൂ ഉണ്ട്. അത് ഞാൻ എവിടെയെങ്കിലും ദൂരേക്ക് എന്തെങ്കിലും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പം, സെലിബ്രേഷൻ എന്തെങ്കിലുമൊക്കെ വരുമ്പം, അതായത് വല്ല പാലുകാച്ചോ കല്യാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പം കുറച്ച് ദൂരെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ ആറ്റിങ്ങൽ ചിറങ്കിലൊക്കെ പോകാൻ ഇത് പോരെ. അപ്പോൾ ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ പോണത് കേട്ടാ. അപ്പം ഞാൻ പോയി 12 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. കുളിച്ചിട്ട് വന്നിട്ട് റെഡി ആവട്ടെ, അല്ലെങ്കിൽ അവളെന്നെ ശരിയാക്കും. ഞങ്ങൾ പണ്ടേ കൂട്ടാണ് കേട്ടാ. ഞാൻ അവളെ വെച്ച് വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവള് ഷൈനി എന്നാണ് അവളെ പേര്. അണ്ണി എന്ന് വിളിക്കും കേട്ടോ. അവളെ ഷൈനി എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഭയങ്കര ഷൈ ആണ് ആള്. അപ്പം അവളുടെ അടുത്ത് ഞാൻ ഇത്തിരി വ്ളോഗിൽ വാടി എന്ന് പറയുമ്പോഴത്തേക്കും പറയും, ഞാൻ വ്ളോഗിലൊന്നും വന്നാൽ കൊള്ളൂല, എന്നെ എടുക്കല്ലേടി പ്ലീസ്, എന്നെ എടുക്കല്ലേ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറും. അപ്പം ഞാൻ തുണിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡി ആയിട്ട് വരട്ടെ. റെഡി ആയിട്ട് വന്നിട്ട് പോകുന്ന വഴിക്ക് ബാക്കി എടുക്കാവേ. ഹലോ ഗായ്സ്, ഞാൻ റെഡിയായി. കണ്ടില്ലേ, ചുന്ദരിയായില്ലേ. എന്നെ വന്ന് കമന്റ് ഇട്ട് ആരെ വിഷമിപ്പിക്കുന്നുണ്ട് ഞാൻ കറുത്തു പോയെന്ന്. ഞാൻ ഇതാണ് ഒറിജിനൽ കളർ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, കറുത്തതുമില്ല വെളുത്തതുമില്ല. ഇതാണ് എൻ്റെ കളർ. അപ്പോൾ അവള് 12 മണിക്ക് ചെല്ലാൻ പറഞ്ഞ് ചെന്നില്ലെങ്കിൽ എന്നെ വെട്ടും. അപ്പോൾ കെട്ടിയോ എഴുന്നേറ്റ് പോയി. ബാത്റൂമിലെങ്ങാണ്ട് പോയെന്നു, ഡോർ തുറന്ന് പോകണ ഒച്ച കേട്ട്. അപ്പോൾ ഇതും ബാഗിൽ ഇട്ടുകൊണ്ടാണ് പോണത്. ഈ കോൾ ഇതുപോലെ തന്നെ ഇരിക്കും. കിച്ചണിൽ പോകുമ്പോൾ ഇക്ക തന്നെ കട്ട് ചെയ്യും. ഈ കോൾ ഇതുപോലെ തന്നെ ഇരിക്കും. അപ്പം അത് ശീലമായിപ്പോയി. എവിടെ പോയാലും കൂടെ കൊണ്ടുപോകും ഞാൻ. എന്തെന്നറിയാമോ, പ്രവാസിയല്ലേ. അതുപോലെ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. ഇക്ക ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഡ്യൂട്ടിയിലാണേ. അപ്പം ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. അപ്പം ഇക്കടെ കൂടെ ഞാനങ്ങനെ ഒരു സൈഡിൽ ഇരിക്കുമ്പം കൂടെ ഒരാളുള്ളതുപോലെ ഫീൽ ചെയ്യും. അത് ശീലിച്ചു പോയി. പ്രവാസം എന്ന് പറയുമ്പം ഒരു ഒറ്റപ്പെടലല്ലേ, അതായത് ഒരു ക്വാറന്റൈൻ അല്ലേ പ്രവാസം എന്ന് പറയുമ്പോൾ. അപ്പം അതുകൊണ്ട് ഞാൻ ഒരിക്കലും പുള്ളി അങ്ങനെ ഒറ്റയ്ക്ക് വിടാറില്ല. അപ്പം പോകുന്ന വഴിക്ക് ബാക്കിയെടുക്കാം. ഗൈസ്, പോകുന്ന വഴിക്ക് ഞാൻ ഇടവഴിയിൽ വെച്ച് എൻ്റെ വാപ്പായെ കണ്ട്. എവിടെയോ പണിക്ക് പോയിട്ട് വന്നതാണ്. ഞങ്ങൾക്ക് ഒരേ മുഖച്ചാണോ എന്ന് നോക്കൂ ഗൈസ്. ഇതാണ് എൻ്റെ വാപ്പച്ചി. എൻ്റെ എവിടെയോ എന്തൊരു പണിക്ക് പോയിട്ട് വന്നതാണെന്ന് തോന്നുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് പോയതാണ്. അപ്പം ഹാർബറിൽ ഇന്ന് പണിയില്ലെന്ന് തോന്നുന്നു. വാപ്പ എല്ലാ പണിയും ചെയ്യും, എല്ലാ ജോലിയും അറിയാം. വാർക്ക പണിക്ക് പോവും, പള്ളിയിൽ പണിക്ക് പോയിട്ടുണ്ട്. പള്ളിയിൽ മോദീനായിട്ട് നിന്നിട്ടുണ്ട്. മോദീന് ബാങ്കൊക്കെ കൊടുക്കുന്ന എല്ലാ പണിയും ചെയ്യും.
അപ്പം ഇപ്പോൾ അപ്പം എന്തോ ഉളിയൊക്കെ കയ്യിരിക്കണം, എന്തോ ഈ മറ്റേ മേശയൊക്കെ അടിച്ചു ഉണ്ടാക്കുമല്ലോ ടേബിൾ, ആ വർക്കൊക്കെ ചെയ്യും കേട്ടോ. കോഴിക്കൂട് ഉണ്ടാക്കും, എല്ലാം അറിയാം. അപ്പോൾ എവിടെയോ പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ അപ്പം അങ്ങ് വീട്ടിലോട്ട് പോകണം. വരുന്ന വഴിക്ക് വീഡിയോ എടുക്കാൻ വിളിച്ചാൽ വരൂല. ഇപ്പം ഞാൻ പിടിച്ചു നിർത്തി എടുത്തതാണ്. അവളെന്നെ കുറേ നേരം കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കണം. ഞാൻ കോൾ എടുക്കൂല, കാര്യം കോൾ എടുത്താൽ കള്ളം പറയേണ്ടി വരും. വീട്ടിൽ നിന്നിട്ട് ഞാൻ പറയും, എടി കട എത്തിയിടി, റോഡെത്തിയിടി, അവിടെ എത്തിയിടി, ഇവിടെ എത്തിയിടി. അപ്പോൾ ചെന്ന് കാണുന്നതല്ലേ നല്ലത്. എനിക്ക് ഇത്ര ദിവസം വയ്യായിരുന്നീ. എൻ്റെ അടുത്ത് ഒരുങ്ങി വരാൻ പറഞ്ഞിട്ട് ഞാനിവിടെ വന്നപ്പോൾ അവൾ കയറി ബാത്റൂമിനകത്ത് നിൽക്കുന്നു ഗൈസ്. അങ്ങനെ ഞാൻ വിചാരിച്ച് അവളുടെ റൂമൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന്. ഈ ചുവരിലെ ചിത്രപ്പണികൾ മൊത്തം അവൾ വരച്ച് വെച്ചതാണ്. ഇലയും പൂവും കായും എല്ലാം അവൾ വരച്ച് വെച്ചതാണ്. കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ നേരെ ചിറയൻകീഴ് വന്നു. ചിറയൻകീഴ് വന്നിറങ്ങി വിടുന്ന ഞങ്ങൾക്ക് വിഷമമില്ല. ഞങ്ങൾ വേണ്ടിയിട്ട് സ്ഥിരം കയറുന്ന ബെസ്റ്റ് ബേക്കറിയിൽ കയറിയിട്ട് ലൈം ജ്യൂസ് പപ്സും കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഇത് ഞാൻ അവളറിയാതെ എടുത്തു. ഭയങ്കര നാണക്കാരിയാണ് ഇവിടെ പോകുന്നത്, അറിഞ്ഞില്ല, ഇരുന്ന് മുണിങ്ങിക്കൊണ്ടിരിക്കണം. ഇതാണ് ഗിരിജ ലാബ്. ഇവിടെ വന്നിട്ട് അവളുടെ വെള്ളം കുടിക്കാൻ പറഞ്ഞു. സ്കാൻ ചെയ്യാൻ ഒരുപാട് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വെള്ളം വാങ്ങിക്കാൻ വന്നതാണ്. വെള്ളമൊക്കെ കുടിച്ച് സ്കാനൊക്കെ ചെയ്തിട്ട് അവൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ എഴുന്നേറ്റ് കഴിക്കാം. അല്ലെങ്കിൽ നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ്. അങ്ങനെ ഞങ്ങൾ അന്തേവാസികളെ പോലെ റിസൾട്ട് വാങ്ങാൻ വേണ്ടി അവൾ അകത്ത് പോയിരിക്കുകയാണ്. ഞങ്ങൾ എന്തായാലും ഗിരിജാസ് എന്ന് പറഞ്ഞ ലാബിലാണ് പറയുന്നത്. അപ്പം അവൾ റിസൾട്ട് വാങ്ങാൻ പോയി. ഇത്ര നേരം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇവിടെ ഇരുന്നത്. അപ്പോൾ അവൾ അകത്ത് റിസൾട്ട് വാങ്ങാൻ പോയി. ഞാനിവിടെ പോസ്റ്റ്. ഈ ഗിരിജ ലാബിൻ്റെ പുറത്തോട്ട് നോക്കുമ്പോഴേ ഏതോ അധോലോകത്ത് വന്ന് പെട്ടതുപോലെ തോന്നും കേട്ടോ. ഏതോ ഗോഡൗണിനകത്തിരിക്കുമ്പോഴത്തെ ഒരു ഫീലാണ്. അപ്പോൾ ലാബ് റിസൾട്ടൊക്കെ വാങ്ങി, സ്കാൻ റിസൾട്ടൊക്കെ വാങ്ങി വന്നു. ഇതാണ് ചെറിയ ഇവിടെ ആക്കി സ്റ്റാൻഡ് കൊടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ ആ ചെറുക്ക് എന്നെ ചവിട്ടി പുറത്താക്കും. അപ്പോൾ ഇവിടെ വന്നിട്ടത്തേക്കും മുന്തിരി 2 കിലോ 100 രൂപ, ഓറഞ്ച് 2 കിലോ 100 രൂപ. അപ്പോൾ രണ്ടും ഓരോ കിലോ മേടിച്ച് 100 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ പോയി. അപ്പം നമ്മൾ വിചാരിച്ച് ശാർക്കര വരെ ഒന്ന് നടന്നാലോ എന്ന് വിചാരിച്ച് ചിറയൻകീഴിന്ന് ശാർക്കര വരെ ഒരു വൈബ്. അപ്പോൾ അവള് പറഞ്ഞ് നമുക്ക് റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടക്കാം, അതാകുമ്പോഴത്തേക്ക് നിനക്ക് ബ്ലോഗിന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞ് നമ്മളങ്ങനെ 1, 2, 3, 4 ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്ന് പോയി. അപ്പോൾ എനിക്ക് പറഞ്ഞ എടി പുതിയ ഫോണാണ്, നീ ഫോൺ പിടിച്ചേക്കുന്ന തറയിടരുതെന്നും പറഞ്ഞ് ചെറുതായിട്ട് എന്നെ ഒന്ന് അവള് ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്യും. നല്ല ഗ്ലാമറാണ് ഇതിൽ കാണാൻ. 2 അഗതികൾ നടന്നു വരുന്നുണ്ട്. വൈറലാവട്ടെ. ഈ സ്കൂളിലാണ് പാത്തൂട്ടി 2ാം ക്ലാസ് വരെ പഠിച്ചത്. നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂൾ. ഇവിടെ നിന്നാണ് വെറോണിക്കയുടെ ടീച്ചേഴ്സ് പൊക്കിക്കൊണ്ട് പോയത് പാത്തൂട്ടിനെയും. കുഞ്ഞുവിനെ ഇവിടെ ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. കുഞ്ഞുവിനെ LKG മുതലേ വെറോണിക്കയിൽ തന്നെയായിരുന്നു ചേർത്തിട്ടുള്ളായിരുന്നത്. ഇതിൻ്റെ അപ്പുറത്തുള്ള ശാരദ വിലാസം എന്ന് പറയുന്ന സ്കൂളിലാണ് നമ്മുടെ മഹാനടൻ ശ്രീ പ്രേംനസീർ സാർ പഠിച്ചത്. ഇതാണ് ശാർക്കരയുള്ള ഹരിത നഴ്സറി. ഇവിടെ ഇഷ്ടം പോലെ പൂക്കളുണ്ട്. ഇത് ഫ്ലവർ ഗാർഡൻ ആണ്. ഇവിടെ കയറി ആ ചെടിപ്രാന്തിക്ക് ചെടി വാങ്ങിക്കണമെന്ന് എവിടെ പ്രാന്തി എവിടെ കയറി പോണ ചെടി കാണുമ്പോൾ ചെടി വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ ചെടിയിലധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. അവിടെ അവർ വളമൊക്കെ ഇട്ടിട്ടല്ലേ തരുന്നത്. വീട്ടിൽ കൊണ്ടുവച്ച് വെള്ളം ഒഴിച്ച് അവസാനം അതിൻ്റെ വേരെല്ലാം അഴുകി അത് പട്ടു പോകുമ്പോഴത്തേക്കും അതിനെ പുറകെ കളയും. പിന്നെ അടുത്ത ചെടി നടക്കും. ഇത് എന്തൊരു ഭ്രാന്താണോ എന്തോ, പലതരം ഭ്രാന്തം എടുക്കും. പക്ഷെ ഇവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനകത്ത് കയറി ഇത്രയും നടന്ന് വീഡിയോ എടുക്കുന്നത്. പുറമേ നിന്ന് കണ്ടിട്ടുണ്ട്. എനിക്ക് പിന്നെ ചെടിപ്രാന്തൊന്നും ഇല്ല, വേറെ ഒന്നുമില്ല. വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല. ഇനി 2 ഏക്കർ വാങ്ങിച്ചിട്ട് വയ്ക്കുന്നു വിചാരിച്ചു. അങ്ങനെ അവൾക്ക് കടലാസ് പൂ വേണമെന്ന്. അതാണ് അതിലും അതിശയം. വേറെ ഒരു പൂവും വേണ്ട പൊട്ടിക്ക്. ഈ വഴി കിടക്കുന്ന കടലാസ് പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ കടലാസ് പൂവും മറ്റേ ബാൽസ്യം അങ്ങനെ പറയൂല, ആ പൂവും വാങ്ങിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ മൊത്തം ഷോ ഓഫായിരുന്നു. കാര്യം എനിക്ക് വ്ളോഗ് മുഖ്യമാണല്ലോ. വ്ളോഗ് എടുത്താലേ നമുക്ക് യൂട്യൂബിലിട്ട് നമുക്ക് ഷോ കാണിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കറങ്ങി മൊത്തം എടുത്തിട്ട് ഈ ഭാഗം എടുത്ത് നിന്നപ്പോൾ എനിക്ക് നന്നായിട്ട് തല ഇറങ്ങിയിട്ടാണ്. ഫുള്ളൊരു കറങ്ങി കഴിഞ്ഞപ്പം
കണ്ട മാവൊക്കെ പിഞ്ചിലേ കായ്ച്ച് നിൽക്കണം. നമ്മളെ കൊണ്ടൊക്കെ എന്തൊരു ഉപകാരമുണ്ട് നോക്ക്. നമ്മുടെ വീട്ടിലെ മാവാണെങ്കിൽ ഇങ്ങനെ കായ്ക്കുമോ? നല്ല ഭംഗിയുണ്ടായിരുന്നു. ക്രിസ്മസ് ട്രീ ഒക്കെ നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആ ക്രിസ്മസ് ട്രീ കഴിഞ്ഞ ക്രിസ്മസിന് അവിടെ ഏതോ സിസ്റ്റേഴ്സിന് അവിടുത്തെ ചെടി മാമ കൊടുത്ത് പൈസ കൂട്ടി ഒരുപാട് കൂടുതൽ മേടിച്ച് പറ്റിച്ച കാര്യമൊക്കെ അവളെൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. ആ സമയത്ത് 10-30 രൂപയ്ക്ക് കൊടുക്കാനുള്ള ക്രിസ്മസ് ട്രീ 150-130 കൊടുത്തെന്നും പറഞ്ഞ് സിസ്റ്റേഴ്സ് അത്യാവശ്യപ്പെട്ടു വന്നിരുന്നപ്പോൾ മാമൻ പറ്റിച്ചെന്നൊക്കെ അവൾ പറഞ്ഞു. പിന്നെ നമ്മളവിടെ ഫുള്ള് കയറി നിരങ്ങുമായിരുന്നു. മൊത്തത്തിലൊരു പച്ച മയമായിരുന്നു. എവിടെ തിരിഞ്ഞാലും പച്ച മഞ്ഞ ചുവപ്പ് ഇത്രയും കളറും ഉണ്ട്. അവിടെ ഒരു മയമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. കയറിയിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോകാൻ തോന്നിയില്ല. പിന്നെ അവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ, അവർ ചവിട്ടി പുറത്താക്കും. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിൽ തന്നെ പോയി. ഇതാണ് തെങ്ങും തൈ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. ചക്കത്തൈ, മാങ്ങാത്തൈ, തേങ്ങാത്തൈ എന്ന് കാക്കക്കുയിൽ പറയുമ്പോൾ കരണമടിച്ച് പൊട്ടിച്ചുകൊണ്ട് നെടുമുടി വേണി ചേട്ടൻ പറയും തേങ്ങാത്തൈയല്ലടാ തെങ്ങും തൈ. അതാണ് ഈ സാധനം. പിന്നെ കുറേ പൂക്കൾ. ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊട്ടി വന്നത്. ഈ കടലാസ് പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾ എന്നെയും കൊണ്ട് ഇങ്ങോട്ട് തള്ളി പുളന്നുകൊണ്ട് കയറിയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ല രസമുണ്ടായിരുന്നു. ഇത്ര കണ്ടിട്ട് മതി വരുന്നില്ല. ഇതാണ് പനിനീർ പൂക്കൾ. റോസാപ്പൂ എന്ന് പറയും. സൂക്ഷിച്ച് പറിച്ചില്ലെങ്കിൽ മുള്ളു കൊണ്ട് കയറി നമ്മൾ അയ്യോ പൊത്തോന്നും പറഞ്ഞ് നിലവിളിക്കും. കണ്ടില്ലേ കടലാസ് പൂ. ഇതൊന്ന് ഏതാ ഒരു പൂ അവൾ എടുത്ത് കണ്ട അതെടുത്തിട്ട് പറയുന്നത് അത് റോസാപ്പൂ പോലെ ഇരിക്കണമെന്ന്. ഞാൻ പറഞ്ഞു നിനക്ക് വലിയ കാര്യമുണ്ട്. നമ്മളെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ആ സാറുമാരെ വീട്ടിൽ എത്രയോ പിടിച്ച് കിടക്കണം, നിനക്കത് പോയി എടുത്തിട്ട് അവൾക്ക് അതൊന്നും പറ്റൂല, ഇവിടെയുള്ള ചെടി മാത്രമേ അവൾക്ക് പറ്റുള്ളൂ. ഞാൻ പറഞ്ഞടി എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലേ മറ്റേ അന്യൻ സിനിമയിലുണ്ടല്ലോ മറ്റേ കുമാരി ആ പാട്ട് ഓർമ്മ വരണമെന്ന് പറഞ്ഞു. ഒന്ന് റോസാപ്പൂ നോക്കൂ. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ജവഹർലാൽ നെഹ്റുവിന് ഓർമ്മ വന്നു. പുള്ളിക്കാരന് ഏറ്റവും ഇഷ്ടമുള്ളതാണല്ലോ പനിനീർ പൂ. അങ്ങനെ നമ്മളിവിടെ ഫുള്ള് വീഡിയോ എടുത്ത് കറങ്ങി തെണ്ടി തിരിഞ്ഞ് വീണ്ടും അവിടെ തന്നെ ഒന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. കാര്യം എടുത്തിട്ട് തീരണില്ലേ, ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്ന ചെടികൾ. കണ്ടില്ലേ, ഇത് ഫുള്ള് ക്രിസ്മസ് ട്രീയുടെ സെക്ഷനാണ്. ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് തോന്നി ഞാൻ ഓസ്ട്രേലിയയിലോ UK ഒക്കെ ആണെന്ന് തോന്നി കേട്ടോ. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇതെന്തൊരു പൂവാണോ എന്തോ എനിക്കറിഞ്ഞൂടാ. വെള്ള റോസാപ്പൂ. അതത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം റോസാപ്പൂ കളറുണ്ടെങ്കിലേ ഭംഗിയാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ എടുത്തത് തന്നെ. പിന്നെ ആരൊക്കെ അവിടെ ചെടികളൊക്കെ നോക്കി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചെടിയുള്ളിടത്ത് ചെടി നോക്കാനല്ല പൂവും കായും നോക്കാൻ വരും. അത് കഴിഞ്ഞിട്ട് അവൾ ഒരു ചെടി വാങ്ങിച്ചിട്ട് അതും കൊണ്ട് തേരാപ്പാര നടന്ന് അവിടെ നിന്ന് മാമാടുത്ത് പോയിട്ട് മാമ 10 രൂപ കുറച്ച് തരുമോ മാമ, 20 രൂപ കുറച്ച് തരുമോ മാമ എന്നും പറഞ്ഞിട്ട് ആ മാമാട് ചോദിച്ചു. എങ്ങാനും ബിരിയാണി കൊടുത്താലും അവിടെ തള്ളിപ്പൊളന്നുകൊണ്ട് ചെന്നപ്പോഴാണ് അവിടെ കുറേ ഓർക്കിഡും ആന്തൂറിയും ഒക്കെ നിൽക്കുന്നത് കണ്ടത്. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ഇത്രയും ഭംഗിയുള്ള സാധനം കണ്ടിട്ട് എടുക്കാതിരിക്കുന്നത് ശരിയല്ലോ. അങ്ങനെ ഞാൻ അവിടെ മുട്ട് കുത്തിയിരുന്ന് താഴെ ഇരുന്ന് പൂക്കളെല്ലാം എടുത്ത്. നല്ല ഭംഗിയാണ് കേട്ടോ. ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷം തോന്നി മനസ്സിന്. കാര്യം പൂക്കളെന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ്. ഒരു മനുഷ്യനും പൂവ് കാണുമ്പം സന്തോഷം തോന്നാതിരുന്നിട്ടില്ല. എല്ലാ മനുഷ്യർക്കും ഒരു പൂവ് വിരിഞ്ഞിരിക്കണുണ്ട ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. അപ്പം എനിക്കും ആ പൂവ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇത് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കണ്ടുവരുന്ന ഏതോ പ്രത്യേക സൈസ് പായലാണെന്ന് തോന്നുന്നു. എനിക്ക് പേരൊന്നും അറിഞ്ഞൂടാ. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെയും തെങ്ങൻ തൈ. ഈ തെങ്ങൻ തൈനെ കുറിച്ചല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. സോറി ഗൈസ്, ഇപ്പം പറയാനുള്ള ഡയലോഗ് ഞാൻ നേരത്തെ കയറി പറഞ്ഞുപോയി. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കും. പച്ച തീരണില്ലേ, ഈ കുറേ നേരമായിട്ട് പച്ച എങ്ങോട്ട് തിരിഞ്ഞാലും പച്ച. എൻ്റെ കണ്ണ് പച്ച കളറായി പോയതാണ്, അതാ വേറെ ഫോണിൻ്റെ കുഴപ്പമാണ്. ഇതല്ലേ നവരയില? അല്ലല്ല, നവരയിലല്ല. അപ്പോൾ ഇവിടെ കുറേ പിള്ളേർ സ്കൂൾ വിട്ടിട്ട് വണ്ടി കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരാരും അറിഞ്ഞില്ല. ഞാൻ നൈസായിട്ട് പിള്ളേരെ അങ്ങ് എടുത്ത്. പിള്ളേരെ ആരാണെന്നൊന്നും അറിയാൻ പറ്റൂലേ, ഞാനങ്ങ് എടുത്ത്. പിന്നെ ഇത് ബീട്രൂട്ട് പോലെ ഇരിക്കുന്നു, ചീര പോലെ ഇരിക്കുന്നു കേട്ടോ. പക്ഷേ ചീരയില്ല, അരിഞ്ഞ് തോരൻ വെച്ചാൽ പണി കിട്ടും. അത് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് എൻ്റെ പൊന്നി വിളി ഇറങ്ങി ഓട്ടോ കാത്ത് നിന്നപ്പോഴാണ് ഈ കളറുകൾ എന്നെ മാടി വിളിച്ചത്. ഇതെടുത്തില്ലെങ്കിൽ എൻ്റെ പൊന്നടാവേ എനിക്ക് പരമ നഷ്ടമായിരുന്നേന്. ഈ ഒരു പൂക്കൾ എടുത്തില്ലായിരുന്നെങ്കിൽ എന്തൊരു ഭംഗിയായിരുന്നെന്നറിയാമോ. എനിക്കിതിൻ്റെ നടുക്ക് കയറി കിടന്ന് ഉറങ്ങാൻ തോന്നി ഗൈസ്, സത്യമായിട്ടും. അത്രയും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്, നല്ല കളർഫുള്ളായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ നടന്ന് വീണ്ടും കുറേ ആന്തൂറിയൊക്കെ അവിടെ ഇരിക്കണുണ്ട്. അതും എടുത്ത് കുറേ ചെടികൾ, കണ്ടാലും തീരാത്ത ചെടികൾ. അപ്പം ആ മാമയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, മാമ നിങ്ങളുടെ വീഡിയോ ഞാൻ എടുത്ത് യൂട്യൂബിൽ ഇടുമെന്ന് പറഞ്ഞപ്പോൾ മാമ എന്നെ ശശിയാക്കിക്കൊണ്ട് മാമ പറഞ്ഞ് അവർക്ക് യൂട്യൂബ് ചാനലിൽ അവരുടെ 7 നഴ്സറി ഉണ്ടെന്ന്. ഞാൻ ചമ്മി പ്ലിങ്ങി. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഓട്ടോയിൽ വീട്ടിൽ പോവാണ്. അപ്പോൾ അവളെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് ഞാൻ തിരിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ ഏകാന്ത പതികയായിട്ട് അതുവഴി നടന്ന് ഇനി വീട്ടിൽ പോകണം. പിള്ളേരുമായിട്ട് മൽപ്പിടുത്തം, ചായ ഇടണം. പിന്നെ
കുറേ നേരം കുത്തിയിരുന്ന് യൂട്യൂബ് ഞണ്ടണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇനി ഒരു വ്ളോഗുമായിട്ട് തള്ളിപ്പളന്നുകൊണ്ട്